ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ വന്നത്. ബീഫ് കൊണ്ട് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ശരിക്കും ഇത് നല്ലൊരു ടേസ്റ്റി വിഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് കപ്പയും മീനൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലെ ബീഫ് വെച്ചിട്ട് എല്ലുമൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് മുന്നേയായിട്ട് എല്ലാവരോടും പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് എന്തെന്നാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ടി 2 കിലോ കപ്പയ്ക്ക് ഞാനിവിടെ 500 ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തത്. പിന്നെ നമുക്ക് 2 വലിയ ഉള്ളി വേണം, ഒരു തക്കാളി വേണം, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ മസാലപ്പൊടികൾ. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 വലിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വാടിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തത് മീറ്റ് മസാല പൊടിയാണ്, അതിട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇറച്ചി മസാല ഇടുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിനുള്ള അത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 കിലോ കപ്പ എടുത്ത് അത് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് അതൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കുക. ഇവിടെ കപ്പ കൂടുതൽ വെന്ത് പോരുത് കേട്ടോ. ഒരു വിസിൽ അടിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്കൊന്ന് കൂടുതൽ വെള്ളം വേണ്ട, നമുക്കിതൊന്ന് കുറച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ ബീഫും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വലിയ പാൻ എടുത്ത് അതിലേക്ക് ഊറ്റി വെച്ച കപ്പ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണ്ടാത്തവർക്ക് കൂടുതൽ വേണ്ട, പക്ഷേ ഇത് കറക്റ്റാണ്, ടേസ്റ്റ് കറക്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച മല്ലിച്ചപ്പ് നന്നായിട്ട് ഇടും കേട്ടോ. ഞാൻ മല്ലിച്ചപ്പ് ഇതിലേക്ക് നന്നായിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ബിരിയാണി മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിത് വറവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്.
അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നമുക്കതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തത്. ചെറുതാണെങ്കിൽ 3 എടുക്കണം. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പ മിക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതാണ് ഈ കപ്പൻ്റെ ഒരു ടേസ്റ്റ്. ഈ ഉള്ളി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ബീഫും കപ്പയും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഈ ഉള്ളിൻ്റെ ആ കടിയും കൂടിയൊക്കെ ആകുമ്പോൾ നല്ലൊരു രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കാണുന്ന എല്ലാവർക്കും താങ്ക് യു.